സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ എപ്പിസോഡ് ഇങ്ങനെ കാണുമ്പോൾ ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്കിന്ന് കാണാൻ കഴിഞ്ഞു. അതായത് അയാൾക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല. ഒരു ഭയം അയാളുടെ മനസ്സിൽ നല്ല രീതിയിലുണ്ട്. അയാളുടെ കണ്ണിൽ ആ ഭയമുണ്ട്. അയാളെ ആ ഒരു ശരീരത്തിൽ തന്നെ അയാളുടെ ഭയം നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഭയക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇനി ഇയാളെ ആരെങ്കിലും ഭയപ്പെടുത്തിയിട്ടാണോ ഇങ്ങോട്ട് വിട്ടത്, അല്ലെങ്കിൽ ഇയാൾക്ക് എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അയാൾ പേടിച്ച് വിറച്ചിട്ടാണ് ആ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. ഞാൻ വേറെ ആരെയല്ല പറയുന്നത്, ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റിനെയാണ് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇയാളുടെ അച്ഛനെയാണ് ഇയാൾക്ക് ഭയം എന്നാണ്. പക്ഷേ ആ ഭയമൊന്നുമല്ല. അച്ഛനെയല്ല ഭയം, അമ്മയുമല്ല, കുടുംബക്കാരെയുമല്ല, അയാളുടെ ഭാര്യ സ്നേഹയുമല്ല, ജിത്തുവൈനിയല്ല. ഇയാൾ പിന്നെ ആരെയാണ് ഭയക്കുന്നത്? അതാണ് ഞാനിങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്ന് ഞാൻ ചില ചാനലുകൾ കണ്ടപ്പോഴേ, അതായത് എനിക്ക് സായി കൃഷ്ണനെ അത്ര വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ പരിചയമുള്ള ചില ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വീഡിയോ, ഈ സായി കൃഷ്ണനുമായിട്ട് നേരിട്ട് പരിചയമില്ല ചില ആൾക്കാരുടെ വീഡിയോ കണ്ടപ്പോഴേ, നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെ മത്സരിക്കുന്ന മുല്ലപ്പൂവിൻ്റെ അച്ഛനുമായിട്ട് 45 മിനിറ്റോളം ഇയാൾ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 45 മിനിറ്റിനുള്ളിൽ ഇയാളെ എന്താണ് ഭയപ്പെടുത്തിയിട്ടുണ്ടാവുക, എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? ഇത്രമാത്രം ഒരു മനുഷ്യനെ പേടിക്കണമെങ്കിൽ സായി കൃഷ്ണൻ എന്ത് തെറ്റാണ് ചെയ്തത് ജീവിതത്തിൽ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇയാൾ ശരിക്കും പേടിച്ചിട്ട് ഇയാൾ അസുഖമൊന്നുമില്ല. ഇയാൾ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പേടി കൊണ്ട് തോന്നുന്നതാണ്. ഇയാൾക്ക് നടുവേദനയാന്ന് പറയുന്നുണ്ട്. ശരിക്കുള്ള നടുവേദനക്കാരാണെങ്കിൽ എണീച്ച് ഓടിക്കളിയുമായിരുന്നു. അതായത് നമ്മുടെ പൂജ കണ്ടില്ലേ, ആ പൂജേൻ്റെ നടുവേദനയാണ് യഥാർത്ഥത്തിലുള്ള നടുവേദന. ബാക്കി എല്ലാ നടുവേദനയെന്ന് പറയുന്നത് പണിയെടുക്കാൻ മടിയുള്ളവരും ഇതുപോലെ പേടിച്ചരണ്ടിരിക്കുന്നവരും ഇങ്ങനെയുള്ള ടീമുകൾക്ക് തോന്നുന്നതാണ്. അതുപോലെ ഒരു നടുവേദനയാണ് ഈ സായി കൃഷ്ണന് വന്നത്. അപ്പോൾ ഈ സായി കൃഷ്ണൻ എന്താണെന്നറിയില്ല, ഒരു പ്രേതക്കൂട്ടിലകപ്പെട്ട, ഇല്ലെങ്കിൽ ഒരു യക്ഷീൻ്റെ കാവിലകപ്പെട്ട ഒരു വ്യക്തിയെ പോലെ പേടിച്ച് അരണ്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. അയാളുടെ താടിയൊക്കെ അയാൾ വടിച്ച് കളയാനുള്ള കാരണം തന്നെ എനിക്ക് തോന്നുന്നത് അയാളുടെ പേടിയാണ്. അയാളുടെ മുഖത്തെ, അയാളുടെ കണ്ണിൽ ആ ഒരു ഭയമുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ എന്തോ വലിയ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്നത് വരെ ഒരു പേടി ഉണ്ടാവില്ലേ, അതേ ഒരു പേടിയാണ് ഞാൻ സായി കൃഷ്ണൻ്റെ കണ്ണ് കാണുന്നത്. അപ്പോൾ സായി കൃഷ്ണൻ എന്തോ ഒരു ദൗത്യവുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ ദൗത്യം കഴിഞ്ഞാൽ മാത്രമേ സായി നിനക്ക് ഇതിൽ നിന്നും മോചനം തരൂ എന്ന് ആരോ പറഞ്ഞു വിട്ടതുപോലെ. ഇനി എന്തെങ്കിലും അതേപോലെയുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ചാനൽ ഇദ്ദേഹം തുടങ്ങിയ അന്നു മുതൽ കാണുന്നതാണ്. അപ്പോൾ തുടങ്ങിയ അന്നു മുതൽ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ, ഞാൻ കാണുമ്പോൾ ഏകദേശം 85,000 സബ്സ്ക്രൈബർ അങ്ങാറ്റേ ഉള്ളൂ. അപ്പോൾ അന്നു മുതൽ ഞാൻ ഈ സീക്രട്ട് ഏജൻറ്റ് കാറിലിരുന്ന് സംസാരിക്കുന്ന ഒരാൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇയാളിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല ധൈര്യവാനാണ്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ CPMൻ്റെ ഒരു ജാഥ വരുന്നു റോഡിലൂടെ. ആ ജാഥേൻ്റെ നടുക്കൊക്കെ കയറി നിന്ന് ഇയാൾ അവരോട് സംസാരിക്കുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇയാളൊരു കോൺഗ്രസ്സുകാരനാണെന്ന്. അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ അവർ തല്ലാൻ വരുമ്പോൾ ഇയാൾ അടിക്കടാ എന്ന് പറയുന്നു. അപ്പോൾ വേറെ ആരോ പറയുന്നുണ്ട്, എടാ ക്യാമറ ഉണ്ട് അയാളെ കയ്യിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ അടിക്കാതെ വിടുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇയാളോട് ഒരു ബഹുമാനം ഇതൊക്കെ തോന്നിയായിരുന്നു. കാരണം ഇയാൾ സമൂഹത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആളാണല്ലോ എന്ന്. പിന്നീട് ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വരാൻ തുടങ്ങി. അതായത് ഇയാൾ മല്ലു ട്രാവലറിനെതിരെ അന്ന് നിരന്തരമായിട്ട് ഇയാൾ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഇയാളുടെ ഒരു പോസ്റ്റ് വന്നു, മല്ലു ട്രാവലറും ഇയാളും ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ടൈപ്പായി. അവരുമായിട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ മാപ്പ് പറഞ്ഞിട്ട് അവരുടെ കൂടെ കൂടി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ ക്രോം മെൻ്റൽ എന്ന് പറയുന്ന ഒരു ചാനലിലെ ഒരു ഡോക്ടർ ക്രോമ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ടീമുമായിട്ട് ഭയങ്കര പ്രശ്നം. അതായത് അവരുമായിട്ട് ഭയങ്കര പ്രശ്നം. അത് റിയാക്ട് ചെയ്യാൻ കുറേ ആൾക്കാർ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴേ അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് അവരുമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ടൈപ്പാകുന്നു. അങ്ങനെ ഇതുവരെ കണ്ടതും ചെയ്തതും എല്ലാം ഈ പ്രേക്ഷകരായ കുറേ എണ്ണം ഇതിൽ കമൻ്റ് ഇട്ടു, ക്രോം മെൻ്റൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പ്രേക്ഷകർ മൊത്തം വിഡ്ഢികളായി. ഇവരെല്ലാവരും കൂടി ഒന്നായി. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ബിഗ് ബോസിലെ ഒരു ടീമുമായിട്ടൊരു പ്രശ്നം. അങ്ങനെ അതും കുറേ നാൾ കഴിയുമ്പോഴേക്കും അവർ ടൈപ്പായി. അങ്ങനെ ഓരോ ആൾക്കാരുമായിട്ടും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അവരുമായിട്ട് ടൈപ്പാകുക, ഇങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ തുടങ്ങിയപ്പോഴേ ഇയാളുടെ ഗ്രാഫ് കുറേ താഴേക്ക് വന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് പഴയ മാതിരി പിന്നെ ആൾക്കാർ ഇയാളെ വിശ്വസിക്കുന്നില്ല.
അതായത് ഇയാൾ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ മല്ലു ട്രാവലറിനെയോ ഇല്ലെങ്കിൽ ക്രോം മെൻ്റലിനെയോ ഇല്ലെങ്കിൽ മുതുകാടിനെയോ വെച്ച് ഇയാളൊരു കാര്യം പറയുമ്പോഴേ അതിലൊരു കാര്യമുണ്ട്, ഒരു സത്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇയാൾ പറയുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ അവരുമായിട്ട് ടൈപ്പാകാനും അവരുമായിട്ട് സൗഹൃദത്തിലാകാനും അവരുമായിട്ട് ഉറ്റ ചങ്ങാതിമാരാകാനും പോയി കഴിഞ്ഞാൽ ഇനി അവരുടെ കുറ്റങ്ങളൊന്നും വെളിയിൽ വരില്ല. അവരുടെ ഒരു കുറ്റങ്ങളും ഇനി വെളിയിൽ വരാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളെല്ലാം ഒതുക്കിക്കളയും, ഇയാളെല്ലാം ന്യായീകരണമായിട്ട് അവിടെ ഇടും. അതേപോലെ ഒരു സംഭവമാണ് ഇന്ന് ബിഗ് ബോസ് എന്ന് എനിക്ക് ഇയാളെ തോന്നിയത്. ഇയാളെന്തോ പേടിക്കുന്നുണ്ട്, ഇയാൾക്കെന്തോ ഒരു പേടി പറ്റിയിട്ടുണ്ട്. അത് എന്താണ് പേടി എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും സധൈര്യം നേരിടുന്ന സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ പുലിക്കുട്ടി ഈ ബിഗ് ബോസിൽ പോയത് കൊണ്ട് മാത്രം അയാളുടെ യഥാർത്ഥ രൂപം പുറത്തു വന്നിരിക്കുകയാണ്. അയാളൊരു പുലിക്കുട്ടിയല്ല, അയാളൊരു എലിക്കുട്ടി വരെയല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരുപാട് പ്രതീക്ഷയായിരുന്നു. ഇവിടെ പറയുന്ന ഒരുപാട് റിവ്യൂവേഴ്സ് പറയുന്നത് സായി കൃഷ്ണൻ മൈൻഡ് ഗെയിമാണ്, നാളെ കളിക്കും മറ്റന്നാൾ കളിക്കുമാണ്. പക്ഷേ സായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ പോയപ്പോഴെന്ന് പറയുന്നത് ഈ ജാസ്മിന് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കാനും, അതുപോലെ ജാസ്മിൻ പറയുന്നത് ഇന്ന് ആരും ജാസ്മിനെ പറ്റിയിട്ട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇയാൾ കയറി പറഞ്ഞു. കാരണം ഇയാൾക്ക് അവിടെ പറഞ്ഞേ മതിയാവൂ. കാരണം ഇയാൾക്ക് എന്തോ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ കരഞ്ഞുകൊണ്ടാണ് ഇന്ന് ആ ഒരു പരിപാടി പറഞ്ഞത്. അതായത് ഈ ജാസ്മിൻ എന്തോ ഒന്ന് സ്ട്രോങ് ആണ്, ഇവിടെ ഭയങ്കര ഇതാണെന്ന്. ഇയാളൊക്കെ എങ്ങനെ മനസ്സ് വരുന്നത്? ഈ കാറിലിരുന്നിട്ട് ഈ 10-20 ദിവസം ഈ ജാസ്മിനെ കുറ്റം പറഞ്ഞൊരു വ്യക്തി ഒരു ദിവസം പോയിട്ട് അവിടെ പോയിട്ട് പറയുക ജാസ്മിൻ സ്ട്രോങ് ആണെന്ന്. അപ്പോൾ ഇയാൾക്ക് എന്താ പേടി പറ്റിയത്? ഇയാൾക്ക് എന്തോ സംഭവിച്ചിനെന്ന് നമുക്കറിയാലോ. അതാണ് എനിക്ക് അതിശയം തോന്നുന്നത്. ഈ മനുഷ്യൻ എന്തോ ഒരു വലിയൊരു സംഭവം എന്തോ കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പെരുമാറൂല. ആ മനുഷ്യൻ ഇപ്പം നിൽക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ്റെ കാരുണ്യത്തിലാണ്. ഈ ജാസ്മിൻ ഉള്ളത് കൊണ്ട് മാത്രം അവിടെ ബിഗ് ബോസ് പിടിച്ചു നിർത്തിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ജാസ്മിനോട് വലിയ ഗെയിമൊന്നും കളിക്കുന്നില്ല ഇയാൾ. ഏടെങ്കിലും ഒരു സൈഡിലാടി ഇരുന്നോട്ടെ അപ്പാവിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് ഒരു ശിക്ഷ കൊടുത്താന്നൊന്നും അറിയില്ല കേട്ടാ. അതും അങ്ങനെയും ചിലപ്പോൾ ഇതുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. സമൂഹത്തിലെ വലിയ ഒരു നന്മമരമാണ്, അല്ലെങ്കിൽ ഒരു വലിയ നിലയിൽ വരേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തോ ഒരു വലിയ ഇൻഫ്ലുവൻസറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പുളികിതമാകുന്ന ഈ മഹാൻ്റെ യഥാർത്ഥ രൂപം ബിഗ് ബോസ് പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി വന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കരുത് മാഷേ, ഡയലോഗ് അടിക്കരുത്. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തീപ്പൊരി ഉണ്ടല്ലോ, ഈ തീപ്പൊരീൻ്റെ പ്രശ്നം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ തീപ്പൊരി അവിടെ കുറച്ചെങ്കിലും എന്താ പറയേണ്ടത്, ആ പുറത്തുനിന്നുള്ള ഇതുപോലെ തന്നെ തീപ്പൊരി അവിടെ നിൽക്കുന്നുണ്ട്. തീപ്പൊരി കുറച്ച് കളവ് കാണിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇനി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം എന്താകും, അല്ലെങ്കിൽ ഇയാൾ ഏത് തരമാണ് പ്രവർത്തിക്കുക, ഇനി എങ്ങനെയാണ് ഇയാളുടെ അടുത്ത പരീക്ഷണം എന്നൊന്നും അറിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരോടും പറയുകയാണ്, ആ പാവം, ആ പേടിച്ച് തൂറിയിരിക്കുന്നവനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.